ആക്ടർക്ക് ബ്രില്യൻസിലേക്ക് ശൂന്യത ഉണ്ടാക്കാൻ പറ്റില്ല. സിറ്റുവേഷൻ വേണം. ഈ ഒരു സിനിമ നന്നാവണമെങ്കിൽ കണ്ടന്റ് വേണമെന്നല്ലേ. ഉദാഹരണം ഞാൻ അത് മോഷ്ടിച്ചത് ആഭിജാത്യ എന്നുള്ള സിനിമയിൽ നിന്നാണ്. കാര്യം മധു സാറ് കല്യാണം കഴിച്ചിരിക്കുന്നത് ശാരദയാണ്. അപ്പം അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്ന നസീർ സാർ എന്താണ്. അപ്പം ഈ വലിയ വരുമാനമില്ലാത്തതാണ്. മധു സാറ് താഴെ ഇരുന്ന് ഇലയിട്ട് സദ്യ ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ശാരദയുടെയും മറ്റേ അവരുടെയും അച്ഛൻ തിക്കുറിശ്ശേരനാണ്. അങ്ങനെ വരുമ്പം പയ്യെ എൻ്റെ വീട്ടുകാരിൽ ആരോ വരുമ്പം ഇരിക്കാൻ സ്ഥലമില്ല, ഉടനെ ഓപ്പൺ ഇല്ല, ഇങ്ങനെ ചോറ് വരകിയതാണ്. നീ നീ അങ്ങോട്ട് എണീയിരിക്കും, ഇതിൻ്റെ ഇടയിൽ തന്നെ നിനക്ക് അത്യാവശ്യമുണ്ട്, നീ അവിടെ എണീക്കും. അപ്പോൾ ശാരദ നോക്കും. ശാരദയുടെ കണ്ണൊക്കെ അറിയുമ്പം മധു സാറ് ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചിട്ടാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞ സീനാണ്. നമുക്കിത് എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം, ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അതാണ് ആ സീക്വൻസ്. ബർത്ത്ഡേക്ക് അവിടെ കൊണ്ടുവരികയും പ്ലേസ് ചെയ്യുകയും സൂമാരി ചെയ്തിട്ട് നീ അങ്ങോട്ട് എണീക്കും, നിനക്ക് ഇപ്പം തോന്നുന്നു ഇത്ര ധൃതി. അതൊരു വേറൊരു ഹിറ്റ് പടത്തിൽ നിന്നുള്ള കണ്ടൻറ്റ് അടിച്ചു മാറ്റുകയാണ്. അവിടെ നമുക്ക് ആക്ടർക്ക് പെർഫോം ചെയ്യാൻ കൊടുക്കണം. പെർഫോം ചെയ്യാൻ ആക്ടറിന് സാധനം കൊടുക്കണം, ആക്ടർ അത് ചെയ്യും വേണം. അത് മോഹൻലാലിൻ്റെ തന്നെ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഏതെങ്കിലും ഇതല്ല ഈ പടം എങ്ങനെ പടം ചെയ്ത് എങ്ങനെ ചെയ്തെന്നില്ല. എനിക്കറിയില്ല. എനിക്ക് ആ സമയത്ത് തോന്നിയും ചെയ്തു. ഒരു ആക്ടറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ, സ്റ്റാർട്ട്, ക്യാമറ, കട്ട്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഡ്യൂറേഷനിലുള്ള പുള്ളിയുടെ ഇതാണ് അഭിനയം എന്ന് പറയുന്നത്. പിന്നെ മോഹൻലാൽ ലൈഫിലും ആൾ ഫേക്കല്ല. അയാൾ അഭിനയിക്കാത്തത് ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കത്തില്ല, എന്താണ് സ്ട്രൈറ്റായിട്ട് പറയും. പക്ഷേ ക്യാമറ വരുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ പെരുമാറിയാണ് ബിഹേവ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാളിന് വലിയ ഡയലോഗും സീനും ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റും. ഉദാഹരണം സബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത് കൊണ്ട്. ഉദാഹരണം ദേവാസുരം എന്നുള്ള പടത്തിൽ ഞാനുൾപ്പെടെ, ഞാൻ, ശ്രീരാമൻ, രാമു, അങ്ങനെ 3-4 പേരാണ് അദ്ദേഹത്തിൻ്റെ മംഗലശ്ശേരി നീരാൻ്റെ സുഹൃത്തുക്കൾ. പല രംഗങ്ങളിലും ഞങ്ങൾക്ക് ഡയലോഗില്ല. മോഹൻലാലിൻ്റെ കൂടെ പോവുക, ജീപ്പിൻ്റെ ബാക്കിൽ ഇരിക്കുക, ഫൈറ്റ് കിടക്കാൻ പറ്റാം. പക്ഷേ അതൊക്കെ ആ മംഗലശ്ശേരി നീലൻ്റെ സപ്പോർട്ടാണ്. അവിടെ കയറിയിട്ട് എന്തോന്ന് ഇത് വന്നിട്ട് 15 ദിവസം ഒരു ഡയലോഗും ഇല്ല, ബാക്കി നടക്കുന്നത്. ആ നടക്കുന്നതും നിൽക്കുന്നത് അയാളുടെ ബാക്കി നിൽക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സംഭവം. അപ്പോൾ അതുപോലെ തന്നെയാണ് തുടരും എന്നുള്ള സിനിമയിലെ കുഞ്ഞച്ചൻ്റെ കഥാപാത്രവും പല സ്ഥലങ്ങളിൽ അയാൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്, അതുപോലെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. അയാൾ ലാസ്റ്റിൽ കൊണ്ടുവന്ന സമയത്ത് അയാൾ ഒരു നിപ്പുണ്ട്, എല്ലാം തകർന്നു. അത് മതി. അവിടെ കയറിയിട്ട് ഘോര ഡയലോഗൊന്നും പറയണമെന്നില്ല, ചെറിയ സെറ്റിൽ. തുടരണതി മരണ വാർത്ത അറിഞ്ഞിട്ട് റിയാക്ഷൻ ഉണ്ടല്ലോ. അയ്യോ, അതായത് പറഞ്ഞ് ആ വാർത്ത പറയുന്ന ആളൊരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും ഭയമുള്ള ഒരാളാണ്. അയാളോടുള്ള ഭയവും കാണിക്കണം. എന്നാൽ ഇത് ഇപ്പുറത്ത് പോയി പറയും, ഇത് രണ്ടിന്റെ ഇടയിൽ പോയി പെട്ടു എന്ന് പറയുന്ന, ഇപ്പുറത്തേക്ക് നടന്ന ദുരന്തമാണ്, അപ്പുറത്തുനിന്ന് ഒരു വാർത്ത അറിയാണ്. വളരെ രസമായിട്ട് ഇതുവരെ രാജേട്ടൻ്റെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞേ, ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം 10-16 വർഷം കഥകളി പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മാത്രമില്ല, എന്നാൽ പിന്നെ കലാമണ്ഡലം അവരൊക്കെ വലിയ ഡയറക്ടർ. അതല്ല, പുള്ളി ആക്ടിങ് സ്കൂളൊക്കെ ആക്ടിങ് ക്ലാസ്സൊക്കെ നടന്നതാണ്. പക്ഷേ അഭിനയം പറഞ്ഞു തരും. അതിപ്പോൾ മോഹൻലാലായാലും ഞാനായാലും ആരായാലും പുള്ളി അടുത്തൊന്ന് പറയും. ഇൻസ്പെക്ടർ ആയാലും പറയും, ഹലോ മോളെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ആദ്യം എടുക്കുന്ന സീന്. അപ്പം എന്ത് ചെയ്യും മോളെ എന്നൊക്കെ ഇല്ലേ. അതൊക്കെ സ്വീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നപ്പോൾ ഇല്ല ഡയറക്ടർ എന്നൊരാൾ. ഞാൻ പറയാം, നമ്മുടെ ധൈര്യം, ഒരു ആക്ടറിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സൈഡിൽ നിൽക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഘോഷം അടിക്കും, ഓക്കെ കലക്കി എന്ന് പറഞ്ഞാൽ അത് തീർന്നു. അതല്ല, അയാൾ പറയണം കുറച്ചുകൂടെ ഞാൻ ഏതോ ഒരു സിനിമയിൽ ജയരാജൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ഒരു സീൻ അഭിനയിച്ചു. ഞാൻ പുള്ളി അപ്പോൾ അത് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചെറിയൊരു കള്ളത്തനുണ്ട് രാജച്ചേട്ടൻ ചെയ്തത്, അത് ഇവിടുന്ന് വരണം, പെയിനോട് ഇവിടുന്ന് നൊന്ത് നീറി വെളിയെ വരണം, റിഹേഴ്സൽ എടുക്കാം, നമ്മൾ എടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ പുള്ളി കണ്ണൊക്കെ നിറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ടർ ഒരു ആക്ടറിൻ്റെ നിന്ന് അയാളുടെ ടാലൻസ് വലിച്ചെടുക്കണം സിമ്പിൾ. അത് ഡയറക്ടേഴ്സ്, ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒന്ന് അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞു. ലേലത്തിൽ സുരേഷ് ഗോപി വന്ന് കെട്ടിപ്പിടിക്കുന്ന സീനിൽ രണ്ടുപേരെയും ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് സിദ്ദിഖിനെയും ചേട്ടനെയും സുരേഷനും വന്ന് കെട്ടിപ്പിടിക്കുക. അത് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള രംഗം, ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്ന ഒരു രംഗമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ജോഷി സാർ തന്ന ഫീഡ് എന്താ? സീൻ നന്നായില്ലെന്നറിയാം. ഞാൻ സുരേഷ് ഗോപി ഇവരെല്ലാം സീൻ നന്നായെന്നറിയാനായിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ക്യാമറയുടെ സൈഡിൽ ജോഷി സാറിന് നോക്കും, നീ നന്നായടാ, ഈ കലയ്ക്ക് നന്നായി. അപ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തി. എന്തറിയാം, പുള്ളിയുടെ പറയുന്ന ഡയറക്ടറുടെ കണ്ണ് നിറയുന്നു. പുള്ളി അത്ര ഇൻവോൾവ് ആണ്. ജോഷി സാറിൻ്റെ കണ്ണ് നിറഞ്ഞ് ജോഷി സാർ കണ്ണ് നന്നായടാ, നീ നന്നായി. ഏതെങ്കിലും ഒരു സീനിയർ ആക്ടർ മോശമായിട്ട് ചെയ്താൽ ഞാൻ പബ്ലിക്ക് നിൽക്കുന്നൊന്നും നോക്കത്തില്ല, കുളമാക്കിയല്ലേടാ അത്, അവൻ നന്നായി ഡയലോഗ് പറഞ്ഞ് നീ സൈഡിൽ നിന്ന് ഇല്ലാതാക്കിയാലേ നമുക്കൊന്നുകൂടെ എടുക്കാം. ജോഷി സാർ അങ്ങനെ പറയും, പറഞ്ഞെടുത്ത് ജോലി വാങ്ങിക്കും. അപ്പം നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ഡയറക്ടറാണ്.
ഞാൻ എന്ത് പറയുമ്പോഴും ഓക്കെ വയ്ക്കുന്നതല്ല. എൻ്റെ അടുത്ത് എന്നെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് വഴിയിൽ എന്നെ ഐഡിയ തന്ന് കൊണ്ടുപോകണം. ഞാൻ സെറ്റിൽ ആദ്യമായിട്ട് തുടരേണ്ടി ചെന്നപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാം. അന്ന് എനിക്ക് നൈറ്റ് ഷൂട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ രാവിലെ പോയി എന്നിട്ട് സ്ക്രിപ്റ്റ് കൊണ്ടൊന്ന് ഇതിലിരുന്ന് വായിച്ച് ക്യാരവനിലിരുന്ന് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നു. ഉഗ്ര സ്ക്രിപ്റ്റ്. ഇതൊരു സംഭവമായിരിക്കും. എല്ലാ പടം കണ്ടിട്ട് സൂചിപ്പിക്കുകയാണ്, ഇത് സൂപ്പർ ഡൂപ്പർ സ്ക്രിപ്റ്റാണ്. വൈകുന്നേരം ആകുമ്പോൾ റെഡി ആകാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നരയൊക്കെ ഇട്ട് താടി വളർത്താൻ പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് 15 ദിവസം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടിയേക്കാൻ തുടങ്ങിയത്. താടി വേണം. അങ്ങനെ ഞാൻ താടി വളർത്തി ഡൈ ചെയ്യേണ്ടെന്നും പറയുന്നത്. കുറച്ച് നരയെല്ലാം ഉണ്ട്. ഞാൻ സെറ്റിൽ ചെന്നപ്പോൾ ഡയറക്റ്റ് അടുത്ത് വന്നിട്ട് ഒരു മോഹം മ്ലാനമാണ്. കുഞ്ഞച്ഛനായില്ല. പട്ടണക്ഷിതമൊക്കെ ശരിയായിട്ടില്ല. ഞാൻ ഒരു ചാൻസ് കൂടെ ഞാൻ നോക്കട്ടെ. അതിനകത്ത് ഞാൻ വണ്ടി ഇതിൻ്റെ പട്ടണക്ഷീന് തുടങ്ങി. നിങ്ങളത് മിഷീനില്ലേ, പൊടിക്കറ പഠിക്കാൻ പറഞ്ഞു. അയാൾ ഭയങ്കര സന്തോഷം. ഒരാളെ കൈ കിട്ടില്ല. പട്ടണക്ഷത്ത് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം മേടിച്ച് ഞാൻ കിടക്കുമ്പോൾ താഴെ നരയുണ്ടായിരുന്നു. ഫുൾ വൈറ്റൊക്കെ അടിച്ച് ഇതൊക്കെ ഇട്ട് ഒരു ടീഷർട്ടും കൊണ്ടു കൊടുത്ത് ഞാൻ നേരെ സെറ്റിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഒരു ഇത്രയും അടുത്ത് എത്തുമ്പോഴത്തേക്കും ഡയറക്ടർ മാത്രമല്ല ക്യാമറ ഉൾപ്പെടെ ഫുൾ യൂണിറ്റ് ക്ലാപ്സാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞച്ച, ഇതാണ് വേണ്ടതെന്ന് പറയും. പിന്നെ ആക്ട് ചെയ്യുമ്പോഴും നല്ല പ്രൊമോഷൻ. നമ്മുടെ സീൻ നന്നായ ഭയങ്കരമായിട്ട് കൈയടിക്കും, എല്ലാവരും ചേർന്ന് കൈയടിക്കും. അങ്ങനെ ഒരു നല്ല രസമായിട്ട് നമ്മൾ ഒരു രസം വേണം. ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഹെഡ് മാസ്റ്ററിൽ ഒരാളൊന്നും വരട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ സന്തോഷമായിട്ട് എടുത്ത് പോകുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ട്. അങ്ങനെ നന്നായി വരും. ഇപ്പോൾ ചോട്ടാ മുംബൈ എന്നുള്ള സിനിമ പിന്നെയും റീ റിലീസിന് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓൾറെഡി ഇരിക്കുന്ന ഒരു പടം, ആ പടത്തിനെ നമ്മുടെ പടത്തിലേക്ക് പുതിയൊരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് സാമ്പത്തിക ചെലവിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ടെക്നിക്കൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിസിഷൻ ഉണ്ട്. ഉദാഹരണം, ഞാൻ ഇത്രയും പടം എടുത്തിട്ടുണ്ട്. വെള്ളാനാട് ഓട്ടോ 14 പടം എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു പടം വേറെ റിലീസ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പടം റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അന്ന് ഞാനും കൂടെ വർക്ക് ചെയ്ത പടത്തിനകത്ത് ഇത്രയും ടെക്നിക്കൽ സപ്പോർട്ട് കയറിയാണ്. ഒന്നത് അന്ന് ഡോൾബി ഇല്ല, ഇപ്പോൾ ഡോൾബി വരുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ അന്ന് DA ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കളറൊക്കെ തന്നെ ചെറുതായിട്ടുള്ള ലാബിലെ ഗ്രേഡിംഗ് ഒക്കെ ആണെന്നുള്ളത്. ഇപ്പം ഇതെല്ലാം ഉപരി അന്നത്തെ 2007 മദ്രാസ് പ്രസാദ് ലാബിൽ എല്ലാം നെഗറ്റീവ് ഡാമേജ് ആയിപ്പോയി. ഈശ്വരാദിനം വരെ ചോട്ടാ മുംബൈയുടെ നെഗറ്റീവ് ഒരു കുഴപ്പമില്ലായിരുന്നു. സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ നേരത്തെ ഹാർഡ് ഡിസ്കിൽ എടുത്ത് വെച്ചിരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. ചില റീ റിലീസിങ് പടങ്ങൾക്ക് ചിലടത്ത് പിക്ചർ ചെറുതാവും. പിന്നെ 35 എന്നുള്ളത് ഒന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് അന്നേ സിനിമാസ്കോപ്പാണ്. അപ്പം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാരുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ വന്നാലും തിയേറ്റർ. പിന്നെ ഇത് അങ്ങനെ OTT ഈ പടം തിയേറ്റർ വന്നിട്ടില്ല. അപ്പോൾ ഇത് തിയേറ്റർ വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളെ കണ്ടതാണ്. പക്ഷെ പലരും ഇതിനകത്ത് കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അന്ന് കുട്ടികളായിരുന്നവരൊക്കെയാണ് ഇപ്പോഴാണ് മുതിർന്നത് സ്വന്തമായിട്ട്. മറ്റേ വീട്ടുകാർ കാണിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ UA അല്ലേ സർട്ടിഫിക്കറ്റ്. അപ്പം ചിലർ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കും. അതിനകത്ത് അങ്ങനെ ഒരു ഓക്വേർഡ് സീൻസ് ഒന്നും ഇല്ല. എന്നാലും ആക്ഷനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.